റഷ്യ ഇതാദ്യമായി ഉക്രൈന് നേരെ അവരുടെ ഏറ്റവും മാരക ശേഷിയുള്ള ഒറേഷ്നിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു. ആ മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഉക്രൈൻ ഇരുട്ടിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് എത്തുന്നത്. ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈൽ, ഒരു മിസൈലിൽ നിന്ന് തന്നെ 6ഓളം പോർമുനകൾ വിവിധ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി പോകുന്ന മിസൈലാണ്. ഇതിനെ അവരുടെ ഈ ആണവ പോർമുനകൾ വഹിക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ കൂടിയാണ്. ഇത്തരത്തിലുള്ള വിനാശകരമായ മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് റഷ്യ പറഞ്ഞിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ ഉക്രൈനിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് റഷ്യ പറഞ്ഞത് തങ്ങളത് വിജയകരമായി തന്നെ ഉക്രൈന് നേരെ പ്രയോഗിച്ചിരിക്കുന്നു. ഇതിനെ തടുക്കുവാൻ മറ്റ് ഒരായുധത്തിനും ലോകത്തിന് കഴിയുകയില്ല. ഹൈപ്പർസോണിക് മിസൈലുകളെക്കാൾ ഉയരെയാണ് ഇതിൻ്റെ സ്ഥാനം എന്നുകൂടി പറയുമ്പോൾ വളരെ വിനാശകരമായ ഒരു ആയുധം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആയുധങ്ങളെല്ലാം, ഈ മിസൈൽ പ്രധാനമായി ലക്ഷ്യം വെച്ചത് ഉക്രൈൻ്റെ ഊർജ്ജ പ്ലാന്റുകളെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ പൂർണ്ണമായി ഇരുട്ടിലേക്ക് പോവുകയും പവർ സപ്ലൈ പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഒറേഷ്നിക് എന്ന റഷ്യൻ വാക്കിൻ്റെ അർത്ഥം തന്നെ തവിട്ട് നിറം എന്നാണ്. അതായത് എതിരാളികളെ പോലും അവരുടെ റഡാറിൽ പോലും പെടാതെ വളരെ വേഗത്തിൽ, ശബ്ദത്തിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ പറന്നു ചെല്ലാനും 6ഓളം ലക്ഷ്യസ്ഥാനങ്ങൾ ഒരേ നിമിഷം തന്നെ ആക്രമിക്കാൻ കഴിയുന്ന ഒറേഷ്നിക് മിസൈൽ റഷ്യ ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തിന് നേരെ പ്രയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് മുൻപ് വന്നിരുന്നു. റഷ്യയുടെ കയ്യിലുള്ള ആയുധശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് ഈ ഒറേഷ്നിക് എന്നുള്ള മിസൈൽ. ഏതായാലും അത് റഷ്യ പ്രയോഗിച്ചിരിക്കുന്നു. വിനാശകരമായ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായി തന്നെ ഇതിനെ ലോകം വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.